ഹായ് എവരിവൺ. സോ നമ്മുടെ +2 ഓണം എക്സാമിന്റെ ടൈം ടേബിൾ ഫൈനലി ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 18 മുതലാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റത്തെ എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഓഗസ്റ്റ് 18 മൺഡേ ആണ് നമ്മുടെ എക്സാം വരുന്നത്. സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ആ ഒരു ദിവസം നമുക്ക് എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് ഉച്ചക്കായിരിക്കും. 1:30 മുതലായിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് നമ്മുടെ സെക്കൻഡ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അത് നെക്സ്റ്റ് ഡേ അഥവാ 19-ാം തീയതി ട്യൂസ്ഡേ ആണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം വരുന്നത്. ഇംഗ്ലീഷ് എക്സാം നമുക്ക് മോർണിംഗ് ടൈമിലാണ് എക്സാം വരുന്നത്. 9:30 ആ സെയിം ഡേ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മാത്സിന്റെ എക്സാം കൂടെ വരുന്നുണ്ട് അല്ലെ. മോർണിംഗ് ഇംഗ്ലീഷ് എക്സാമും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം മാത്സിന്റെ എക്സാം കൂടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ബുധനാഴ്ച നോക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ അഥവാ 20th നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് എക്സാം വരുന്നത്. 1:30 നമ്മുടെ ഉച്ച സമയം 1:30 തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ എക്സാം. പിന്നീട് നമ്മുടെ നെക്സ്റ്റ് ഡേ തേഴ്സ്ഡേ നമുക്ക് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്സാം ആണ്. സെയിം എക്സാമും നമുക്ക് ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ പിന്നീട് നെക്സ്റ്റ് ഡേ 22nd ഫ്രൈഡേ നമുക്ക് എക്കണോമിക്സ് എക്സാം ആണ്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക 2 PM പിന്നീട് നമുക്ക് സാറ്റർഡേ സൺഡേ കംപ്ലീറ്റ്ലി ഓഫ് ആണ്. അത് കഴിഞ്ഞ് മൺഡേ 25th നമ്മുടെ അക്കൗണ്ട്സ് എക്സാം ആണ് വരുന്നത്. സോ ആ അക്കൗണ്ട്സ് എക്സാമിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 ഡേയ്സിന്റെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അക്കൗണ്ട്സ് എക്സാമും ഉച്ചന്റെ ശേഷം തന്നെയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 27th നമ്മുടെ ബിസിനസ് എക്സാം ആണ്. 25th അക്കൗണ്ടൻസി എക്സാം കഴിഞ്ഞതിന് ശേഷം 26th ഒരു ഡേ നമുക്ക് ബിസിനസ് എക്സാമിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് പിന്നീട് നമ്മുടെ 27th ഉച്ചയ്ക്കായിരിക്കും എന്ത് വരുന്നുണ്ടാവുക, നമ്മുടെ ബിസിനസ് എക്സാം വരുന്നുണ്ടാവുക. ഈ ഒരു ടൈം ടേബിൾ നോക്കിയിട്ട് നമ്മുടെ ടൈം ടേബിളിനനുസരിച്ചിട്ട് എല്ലാ എക്സാം പാറ്റേൺസും നമ്മൾ സെറ്റ് ചെയ്യുക. പഠിക്കാനുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, എല്ലാ എക്സാമും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.